Assalamu alaikum. Hi, my dear butterflies. Yeah, this is me, your Farida ma'am, your English teacher. So, welcome back to my English class. I hope you people are doing fine and safe at home. And here also, today also, we can have the class with what? Dua for knowledge. So, please get ready. Rabbi Yasir, wala tu'asir, wa tammi bil khair, wa bika nasta'inu, ya fattahu. Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay, so today we can start the lesson. What? The balance portion of the lesson. We were dealing with lesson 5, and in that lesson I have told you much about some animals, isn't it? Some animals, some birds, etc. So I hope that you people got enough information regarding those animals. Anyways, today we are going to start to describe a new animal, and that is poison dart frog. Here we go. See? You can see a frog's picture here, and that is poison dart frog. So, in the name itself, it is saying that this is a poisonous creature. Yeah, absolutely. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ പോയിസൺ ഡാർട്ട് ഫ്രോഗ് എന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പേരിൽ പോയിസൺ ഉണ്ടല്ലോ, ശരിക്കും ഇതിന് പോയിസൺ ഉണ്ടോ? ഉണ്ട്, പോയിസൺ ഉണ്ടല്ലേ. അപ്പോൾ എന്തെന്നാ പറയുന്നതെന്ന് അറിയോ? ദ മോസ്റ്റ് പോയിസണസ് ക്രീച്ചർ ഓൺ എർത്ത്. ഈ ഭൂമിയിലേക്കും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വിഷമുള്ളൊരു ജീവിയാണ് ഈ പോയിസൺ ഡാർട്ട് ഫ്രോഗ്. ഓക്കെ, നമ്മൾ ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന ഈ പോയിസൺ ഡാർട്ട് ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിഷം കൂടിയിട്ടുള്ള ഒരു ജീവിയാണ്. പിന്നെയോ, ഇറ്റ്സ് വെരി ബ്രൈറ്റ്ലി കളേർഡ് ആൻഡ് ഓസസ് പോയിസൺ ത്രൂ ഇറ്റ്സ് സ്കിൻ. പിന്നെയോ, അതിന് ഭയങ്കര ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ്. മാത്രമല്ല, അതിൻ്റെ സ്കിൻ വഴിയാണ് ആ പോയിസൺ പുറത്തേക്ക് വിടുന്നത്. ഇറ്റ്സ് ഓസസ് ഔട്ട്. എന്തെന്ന്? പോയിസൺ അല്ലേ. പോയിസൺ പുറത്തേക്ക് വിടുന്നത് അതിൻ്റെ സ്കിൻ വഴിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പോയിസൺ ഡാർട്ട് ഫ്രോഗിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ. Many species of poison dart frogs are dedicated parents. Many poison dart frogs in the genera Ophaga and Ranitomia carry their newly hatched tadpoles into the canopy. The tadpoles stick to the mucus on the backs of their parents. അപ്പോൾ ഈ പോയിസൺ ഡാർട്ട് ഫ്രോഗ്സിന് തന്നെ പല ഐറ്റംസ്, പല ഇനങ്ങളുണ്ടല്ലേ. അവരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് പാരൻസ് ആണ് കേട്ടോ. അവർ നല്ല പാരൻസ് ആണെന്നാണ് പറയുന്നത്. എന്നതാ കാര്യം? Many poison dart frogs in the genera Ophaga and Ranitomia carry their newly hatched tadpoles. നമുക്കറിയാം, ഈ തവളയുടെ കുഞ്ഞുങ്ങളില്ലേ, നമ്മൾ വാൽമാക്രി എന്നൊക്കെ പറയും അല്ലേ. ഇംഗ്ലീഷിൽ എന്താ പറയുക? വാട്ട് വി സേ ഇൻ ഇംഗ്ലീഷ്? ടാഡ്പോൾസ്. അപ്പോൾ ഈ ടാഡ്പോൾസിനെ അവർ കനോപ്പിയിലേക്ക് കൊണ്ടുപോകും. ദ ടാഡ്പോൾസ് സ്റ്റിക്ക് ടു ദ മ്യൂക്കസ് ഓൺ ദ ബാക്സ് ഓഫ് ദെയർ പാരൻസ്. അവരിങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവരെ നല്ല ഡെഡിക്കേറ്റഡ് പാരൻസ് ആണ്. ഇവർ നല്ല പാരൻസ് ആയിട്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും. അവരവരുടെ ടാഡ്പോൾസിനെ എല്ലാം അവരുടെ മ്യൂക്കസിൽ അവർ ഇങ്ങനെ പുറത്തിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ കൊണ്ടുപോകും. Once in the upper reaches of the rainforest trees, the parents deposit their young in the pools of water that accumulate in epiphytic plants such as bromeliads. അപ്പോൾ എന്താ, ഒരിക്കൽ അവർ അത് ഈ റെയിൻ ഫോറസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മുകൾ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഈ പേരൻസ് എന്നാ ചെയ്യുമെന്നറിയാമോ? ഇവരുടെ ഈ കുഞ്ഞുവാവകളെ ഉണ്ടല്ലോ, അതിനെ എല്ലാം കൂടി പിടിച്ചിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ, കുളം, അവിടെ അങ്ങോട്ട് കൊണ്ടങ്ങ് അക്യുമുലേറ്റ് ചെയ്യും, അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. അവിടെ പ്ലാന്റ്സ് ഒക്കെ കാണും, അപ്പോൾ അതിൻ്റെ മേത്തേക്ക് കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കും. The tadpoles feed on invertebrates in their nursery, and their mother will even supplement their diet by depositing eggs into the water. ടാഡ്പോൾസിന് നല്ല രീതിയിൽ അവിടെ നിന്ന് കഴിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ വീണ്ടും അവരുടെ ഡയറ്റ് കുറച്ച് എഗ്ഗിനെ കൂടെ കൊടുത്തിട്ട് ആര് നോക്കാറുണ്ട്? ഈ അമ്മ നോക്കാറുണ്ട് ഇല്ലേ. പിന്നെയോ, tadpoles feed on invertebrates in the nursery, and their mother will even supplement their diet by depositing eggs into the water. Other poison frogs lay their eggs on the forest floor hidden beneath the leaf litter. ചില മറ്റ് പോയിസൺ ഫ്രോഗൊക്കെ എന്ത് ചെയ്യും? അവരുടെ മുട്ട എവിടെ ഇടുക? ഫോറസ്റ്റ് ഫ്ലോർ ഉണ്ടല്ലോ, കാട്ടിൻ്റെ തന്നെ തറയിൽ അല്ലേ. എന്നിട്ടോ ഈ ലീഫൊക്കെ ഇല്ലേ, അതിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ഈ തവളകൾ മുട്ടയിടുക. പിന്നെയോ, the most toxic of poison dart frog species is Phyllobates terribilis. ഓക്കെ, അപ്പോൾ ഈ പോയിസൺ ഡാർട്ട് ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമുള്ളൊരു ജീവിയാണ് അല്ലേ. ഇറ്റ്സ് ടു പോയിസണസ് ക്രീച്ചർ ഇൻ ദ വേൾഡ്, ആൻഡ് എമംഗ് ദിസ് ദ മോസ്റ്റ് പോയിസണസ് സ്പീഷ്യസ്, ഇതിൽ തന്നെ ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ഒരു ജീവി ഏതാണ്? ദ മോസ്റ്റ് ടോക്സിക് പോയിസൺ ഡാർട്ട് ഫ്രോഗ് സ്പീഷീസ് ഫൈലോബേറ്റ്സ് ടെറിബിലിസ്. ഫൈലോബേറ്റ്സ് ടെറിബിലിസ് എന്ന് പേരുള്ള
പോയിസൺ ഡാർട്ട് ഫ്രോഗ് ആണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്. ഓക്കെ, the most toxic of poison dart frog species is Phyllobates terribilis. ഇല്ലേ മിസ് പറഞ്ഞില്ലേ? അപ്പോൾ ഏറ്റവും വലിയ ടോക്സിക് സ്പീഷീസ് ഏതാണ്? Phyllobates terribilis ആണ്. ഇനി എന്തെന്നാ നോക്കാം. Chemicals extracted from the skin of Epipedobates tricolor may be shown to have medicinal value. അല്ലേ, എന്തെന്നാ പറയുന്നത്? ഈ എപ്പിപെഡോബേറ്റ്സ് ട്രൈകളർ ഇല്ലുണ്ട്, ആ ട്രൈകളറിനകത്ത് നിന്ന് വരുന്ന ആ ടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടോക്സിൻ നിന്ന് വരുന്ന കെമിക്കൽസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വേർതിരിച്ച് കഴിഞ്ഞാൽ അതിന് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് മെഡിസിനായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. എന്തെന്നാ, ഈ പാമ്പ് സ്നേക്ക് ബൈറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും വേറെ വിഷം കുത്തുവെക്കുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എന്തെന്നാ, നമുക്കറിയാം ഈ സ്നേക്സിൻ്റെ പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിച്ച് ഓഫ് പ്രോട്ടീൻ അല്ലേ, ഇറ്റ്സ് എൻറിച്ച്ഡ് വിത്ത് പ്രോട്ടീൻ. ഭയങ്കര പ്രോട്ടീനാണ് ഈ സ്നേക്സിൻ്റെയൊക്കെ വിഷം. അപ്പോൾ ഈ സ്നേക്സിൻ്റെ ഈ വിഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പലതരത്തിൽ പല സ്നേക്സിൻ്റെയും പോയിസൺ പല തരത്തിലാണ് നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന ടൈമിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു റെസിസ്റ്റ് ദ പോയിസൺ വിച്ച് ഇസ് ഓൾറെഡി ഇൻജെക്റ്റഡ് ഇൻ ടു അവർ ബോഡി ത്രൂ ദ സ്നേക്ക് ബൈറ്റ്, വാട്ട് വി ആർ ഗോയിങ് ടു ഡു, വാട്ട് വി യൂസ് ടു എന്തെന്നാണ്, അതിനെതിരെ ആൻറ്റിബോഡീസിനെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും നമ്മുടെ ബോഡിയിലേക്ക്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് എവിടെ നിന്നാണ് കിട്ടുക എന്നറിയോ? നമ്മുടെ ഹോഴ്സില്ലേ, കുതിര, ഈ കുതിരയിലാണെങ്കിൽ 4 ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട്. 4 ടൈപ്പ് സ്നേക്സിനെ അതിൻ്റെ പോയിസൺ എടുത്തിട്ട് ഈ ഹോഴ്സിൻ്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. അതിൻ്റെ പോയിസൺ, ആ 4 ടൈപ്പ് സ്നേക്സിൻ്റെ പോയിസൺ ഹോഴ്സിൻ്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലഡിൽ നിന്നാണ് ആൻറ്റിബോഡീസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്കതൊരു മെഡിസിനായിട്ട് നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ പോയിസൺ, അപ്പോൾ നമുക്കറിയാം സ്നേക്കിൻ്റെത് പോയിസണാണ്, അതുപോലെ തന്നെ ഇതിനകത്തും പോയിസൺ ഉണ്ട്. അപ്പോൾ ഈ പോയിസണിനകത്ത് നിന്ന് നമ്മൾ ചില പ്രത്യേകം കെമിക്കൽസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മെഡിസിനായിട്ട് യൂസ് ചെയ്യാമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. Scientists used this poison to make a painkiller. And in what way they are using this chemical from this poisonous dart frog? അപ്പോൾ ഈ ഡാർട്ട് ഫ്രോഗിൽ നിന്നുള്ള പോയിസൺ അവർ ഏത് തരത്തിലാണ് മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഡു യു നോ ദാറ്റ്? they are using it in the form of a painkiller. അപ്പോൾ ഒരു പെയിൻ കില്ലറിൻ്റെ രൂപത്തിലാണ് ഇവരിത് യൂസ് ചെയ്യുന്നത്. പെയിൻ കില്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിനിനെ കൊല്ലുന്നത് അല്ലേ. നമുക്ക് പെയിനൊക്കെ വരുമ്പോഴത്തേനും അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടാബ്ലറ്റ്സ് തരും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആയിരിക്കാം. അപ്പോൾ അതങ്ങോട്ട് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പെയിനും ഫീൽ ചെയ്യില്ല അല്ലേ. അപ്പോൾ നമ്മുടെ പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് പെയിൻ കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ദ കെമിക്കൽ വാട്ട് വി എക്സ്ട്രാക്ട് ഫ്രം ദിസ് poison. Then what? One such chemical is a painkiller 200 times as potent as morphine called epibatidine. അപ്പോൾ അതിലൊന്നാണ് 200 തവണ എന്താ പറയുക, ഈ മോർഫിനെക്കാട്ടിലും 200 തവണ നല്ല പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു മെഡിസിനാണ് ഇത്. ഓക്കെ, അങ്ങനത്തെ ഒരു കെമിക്കൽ പെയിൻ കില്ലറാണ് മോർഫിൻ. അറിയുമ്പോൾ മോർഫിൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയ പെയിൻ കില്ലറാണ്. യൂഷ്വലി നമ്മൾ ക്യാൻസർ പേഷ്യൻസിനും ഇവർക്കൊക്കെ കൊടുക്കാറുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് അൺബെയറബിൾ പെയിൻ അല്ലേ. അവർക്കൊക്കെ എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും. അള്ളാഹു നമ്മളെ ആ ഒരു അസുഖത്തിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പെയിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാൻസർ പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോർഫിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ്, അപ്പോൾ മോർഫിൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഗുളിയാണ് കേട്ടോ, കുഞ്ഞു വട്ടത്തിലുള്ള. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഇത്ര മില്ലിഗ്രാം അല്ലെങ്കിൽ ഇത്ര ഗുളിക ഇത്ര മണിക്കൂർ കൂടുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അത് കഴിക്കുന്നത് കാരണം അവർക്ക് അൽഹംദുലില്ലാ പെയിൻ വലുതായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിനെക്കാട്ടിലും ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെയോ, the most poisonous of these frogs, the golden poison frog, has enough toxin on average to kill 10 to 20 men or about 10,000 mice. Subhanallah. എന്താ പറയുന്നതെന്നറിയോ? the most poisonous of these frogs, ഈ ഫ്രോഗ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് ആർക്കാണെന്നറിയാമോ? the golden poison frog. ആരൊക്കെയാണ്? the golden poison frog. അതിൻ്റെ പേരാണ് Phyllobates terribilis എന്നാണ് പേര്. it has enough toxin. അതിലാവശ്യത്തിന് ടോക്സിൻ ഉണ്ട്, ആവശ്യത്തിന് വിഷം അതിൻ്റെ ബോഡിയിലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺ ആവറേജ് ടു കിൽ 10 to 20 men അല്ലേ. അപ്പോൾ 10 മുതൽ 20 ആൾക്കാരെ വരെ കൊല്ലാനുള്ള വിഷം. അല്ലെങ്കിലോ 10,000 mice, 10,000
10,000 മൈസിനെ വരെ കൊല്ലാനുള്ള വിഷം ആരിലുണ്ടെന്നാണ് പറയുന്നത്? നമ്മുടെ ഈ ഗോൾഡൻ, കേൾക്കാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, ഗോൾഡൻ പോയിസൺ ഫ്രോഗിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത്രയ്ക്ക് ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ഒരു ജീവിയാണ് എന്തെന്നാ നമ്മുടെ പോയിസൺ ഡാർട്ട് ഫ്രോഗ് അല്ലേ. ആള് കണ്ടാലൊരു ഇത്തിരിയേ ഉള്ളൂ, പക്ഷേ എന്നതാ ഭയങ്കര വിഷമുള്ള സാധനമാണ്. ഓക്കെ, now let's move to the next animal and that is jaguar. Who is that? Jaguar. ജാഗ്വാറിനെ കണ്ടില്ലേ? ഇപ്പോൾ വരും, നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ജാഗ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ദേരിക്കുന്നു, കണ്ടോ? നോക്കുന്നുണ്ടോ നിങ്ങളെ? ജാഗ്വാർ നോക്കുന്നുണ്ടോ? നല്ല ഭംഗിയുണ്ടോ? കാണാൻ നല്ല ഗാംഭീര്യമൊക്കെ ഉണ്ടല്ലേ? അടുത്ത് ചെന്ന് നിൽക്കാൻ തോന്നുന്നോ? No, you don't want to stand in front of this jaguar, isn't it? Really, it's really terrific animal. Seeing that itself, we'll get afraid, isn't it? Yeah. Okay, let us see. Who is this jaguar? The largest cat in America. It is a symbol of the rainforest. Okay. അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയൊരു പൂച്ചയാണ്. അപ്പോൾ നിങ്ങൾ ഇത് പൂച്ചയാണ്? പൂച്ചയുടെ ഫാമിലി ആണല്ലോ. അപ്പോൾ എന്തെന്നാ പറയുക? ദ ലാർജസ്റ്റ് കാറ്റ് ഇൻ അമേരിക്ക. ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ദ റെയിൻ ഫോറസ്റ്റ്. റെയിൻ ഫോറസ്റ്റിൻ്റെ അടയാളമായിട്ട് കാണുന്നതാണ് നമ്മുടെ ഈ ജാഗ്വാറിനെ അല്ലേ. അപ്പം നമുക്ക് നോക്കാം ജാഗ്വാറിനെ കുറിച്ചിട്ട് കൂടുതൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാന്ന്. Jaguars are the only big cat in the Americas and the third biggest in the world after tigers and lions. Okay. അപ്പോൾ നമുക്ക് പറയാം ഈ ക്യാറ്റുകളുടെ വംശത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ ക്യാറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാഗ്വാർ ആണ്. അതെവിടെയാണ്? അമേരിക്കയിൽ. അതുപോലെ തന്നെ മൂന്നാമത്തെ വലുത്, അതായത് ഈ വലുതായിട്ട് ലയൺ ടൈഗറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് സ്ഥാനം വരുന്ന ഒരു വലിയൊരു ജീവിയാണ് എന്നതാ ഈ ജാഗ്വാർ. They look a lot like leopards. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പുള്ളിയുടെ കണക്കൊക്കെ ഇരിക്കും അല്ലേ. They look like leopards, but jaguar spots are more complex and often have a dot in the center. പക്ഷേ ഈ ജാഗ്വാറിൻ്റെ ദേഹത്ത് കണ്ടില്ലേ ഇങ്ങനെ സ്പോട്സ്, ഇങ്ങനെ കുഞ്ഞു സ്പോട്സ് ഇല്ലേ, ആ അടയാളങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അല്ലേ. ഇനി അതിൻ്റെ ഫുഡൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് സീ about its diet and behavior. Unlike many other cats, jaguars do not avoid water. മറ്റ് പൂച്ചകളെ പോലെയല്ല എന്തെന്നാ ജാഗ്വാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അവോയ്ഡ് ചെയ്യില്ല. ദേ ആർ ക്വൈറ്റ് ഗുഡ് സ്വിമ്മേഴ്സ്. എന്നിട്ടോ അവർ ഭയങ്കര നല്ല നീന്തൽക്കാരാണ് അല്ലേ. ദേ ആർ ക്വൈറ്റ് ഗുഡ് സ്വിമ്മേഴ്സ്, നല്ല നീന്തൽക്കാരാണ്. ദേ ഹണ്ട് ഫിഷ്, ടർട്ടിൽസ് ആൻഡ് ഈവൻ caimans using their incredibly powerful jaws to pierce the animal skulls. സുബ്ഹാനല്ലാ, എന്തെന്നാ പറയുന്നതെന്നറിയോ? ഇവനുണ്ടല്ലോ ഈ ജാഗ്വാർ, ഇവന് വെള്ളം കണ്ടാൽ വിടില്ലല്ലോ, ഗുഡ് സ്വിമ്മർ ആണല്ലേ. വി നോ ദാറ്റ് ഹി ഈസ് എ ക്വൈറ്റ് ഗുഡ് സ്വിമ്മർ. ദെൻ ഹീ യൂസ് ടു ഹണ്ട് ഫിഷ്. പാവം ഫിഷ് അല്ലേ. ഫിഷിനെയും പോയി ഹണ്ട് ചെയ്യും. പിന്നെയോ ടർട്ടിൽസ്, ദെൻ ഈവൻ കൈമാൻസ്, ദെൻ യൂസിങ് ദർ ഇൻക്രെഡിബിളി പവർഫുൾ ജോസ്. അറിയാം നല്ല പവർഫുൾ ആയിട്ടുള്ള ജോസ് ആണല്ലേ. ആ ജോസൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഇതിൽ അതിന് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെ വരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ആനിമലിൻ്റെ സ്കള്ളുണ്ടല്ലോ, തലയോട്ടി, മൃഗങ്ങളുടെ തലയോട്ടി പിളർക്കാൻ തക്ക ശേഷിയുള്ളതാണ് അതിൻ്റെ ജോയൊക്കെ. ദേ ഓൾസോ ഈറ്റ് ഡിയർ, പെക്കാരീസ്, കാപ്പിബാറാസ്, ടാപ്പിയേഴ്സ് ആൻഡ് എ നമ്പർ ഓഫ് അതർ ലാൻഡ് ആനിമൽസ്. ഇതൊക്കെ ഓരോ ആനിമൽസിൻ്റെ പേരാണ്. സോ this jaguar used to eat these kinds of animals also, including the deer. Females have litters of 1 to 4 cubs which are blind and helpless at birth. പാവം ഫീമെയിൽസിനുണ്ടല്ലോ, അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മുതൽ 4 കുട്ടികളെയൊക്കെ കിട്ടും, കുഞ്ഞുവാവകൾ. ഈ കുഞ്ഞുവാവകളാണെങ്കിൽ കണ്ണു കാണാൻ പറ്റില്ല. They will be blind and helpless at birth, and during birth they remain as helpless species. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബർത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റില്ല, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഹെൽപ്ലെസ് ആണ്, അതിനെ കൊണ്ടൊന്നും പറ്റുകയില്ല. The mother stays with them and defends them fiercely from any animal that may approach even their own father. പക്ഷേങ്കിൽ അപ്പം നിങ്ങൾ ആലോചിക്കും, ഷോ അതിന് ബേബീസിനൊന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ, അപ്പോൾ അതിനെ ആരാ പ്രൊട്ടക്റ്റ് ചെയ്യുക? ഓഫ് കോഴ്സ് ഇറ്റ്സ് മദർ അല്ലേ. മദർ എപ്പോഴും ഉണ്ടാവും അടുത്ത്, അതിനിങ്ങനെ നോക്കിയിരിക്കും. ആരെങ്കിലും വേറെ ഏതെങ്കിലും ആനിമൽസ് അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ, എങ്ങനെയാണെങ്കിൽ അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. മാത്രമല്ല അത് അച്ഛനാണെങ്കിൽ കൂടി എന്തെന്നാ ജാഗ്വാറിൻ്റെ ഫാദറാണ് വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ തന്നെയും അവനെയും ആ അച്ഛനെയും എതിർത്ത് നിൽക്കാനായിട്ട് ഹൂ ട്രൈസ് മദർ. Okay, then what? Young
Jaguars learn to hunt by living with their mother for 2 years or more. എന്നിട്ട് ഈ കുഞ്ഞ് ജാഗ്വാർ അമ്മേൻ്റെ കൂടെ നിന്ന് ഹണ്ട് ചെയ്യാനൊക്കെ പഠിക്കും അല്ലേ, വേട്ടയാടാനൊക്കെ, മറ്റു മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനും എല്ലാം പഠിക്കും, പ്രാക്ടീസ് കിട്ടും. ഒരു 2-3 വർഷം, 2 അതിലധികമോ വർഷം അമ്മയുടെ കൂടെ നിന്നിട്ട് അതൊക്കെ പഠിക്കും. പിന്നെയോ they have long been hunted for their pelts and now there is a growing illegal international trade in jaguar teeth and jaguar bone products going to China. പക്ഷേ പാവം ജാഗ്വാർ അല്ലേ, ജാഗ്വാർ എന്ന പേരിൽ വണ്ടികളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ ജാഗ്വാറൊക്കെ. അപ്പോൾ ഇവർ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ, ഇവർക്കും പ്രശ്നമുണ്ട്. ദേ ആർ ഓൾസോ ഗെറ്റിംഗ് എക്സ്റ്റിങ്ക്സ് അല്ലേ, അവർ ഇങ്ങനെ എക്സ്റ്റിങ്ഷൻ, അവർ വളരെയധികം അവരും ഈ ഒരു വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തിനാ, ദേ ഹാവ് ലോങ് ബീൻ ഹണ്ടഡ് ഫോർ ദെയർ പെൽസ് ആൻഡ് നൗ ദെയർ ഈസ് എ ഗ്രോയിങ് ഇല്ലീഗൽ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് വിരുദ്ധമായിട്ട്, നമുക്കറിയാം ആനിമൽസിനെയൊക്കെ ഇങ്ങനെ വേട്ടയാടി അടിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം അവർ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ നിയമത്തിനും എതിരായിട്ട്, നിയമം അറിയാതെ തന്നെ, നിയമത്തിൻ്റെ ആനുകൂല്യമില്ലാതെ നിയമത്തിനെതിരായിട്ട് എന്നാ ചെയ്യുന്നു, ഇതുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തിനാ, ഇതിൻ്റെ ബോൺ, അതുപോലെ പല്ല്, ഇതൊക്കെ ചൈനയിലോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് അതിനെ തേടി പിടിച്ചിട്ട് ആൾക്കാർ വേട്ടയാടുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ എന്തിനുള്ളത്, ജാഗ്വാറിനുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം എന്തെന്നാണ് ഈ സുലൈമാന് വേണ്ടിയിട്ട് സെയ്ദ് വെബ്സൈറ്റിൽ കാണിച്ചു കൊടുത്ത പിക്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് പഠിച്ചത്. Now all of you please take your textbook, take page number 54. I hope that I can spot these animals in the Amazon and take pictures. അപ്പോൾ പറഞ്ഞാൽ ഇതിനൊക്കെ എനിക്ക് ആമസോണിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ പിക്ചേഴ്സും എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. Who said? Zaid. Then what? Sulaiman looks at the pictures for a while, then something beside the table catches his attention. സുലൈമാൻ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും സഡൻലി, പെട്ടെന്ന് തന്നെ അവൻ എന്തോ ഒരു കാഴ്ച കണ്ടു. സുലൈമാൻ, വാട്ട്സ് ദാറ്റ്, എന്തെന്നാണത് എന്ന് ചോദിച്ചു അല്ലേ. അപ്പോഴോ, ദാറ്റ്സ് എ ഫിഷിംഗ് ഗിയർ ഫോർ ദ എക്സ്പെഡീഷൻ. ഗിയർ മീൻസ് വാട്ട്, ടൂൾസ് യൂസ് ഫോർ എ പർട്ടിക്കുലർ ആക്ടിവിറ്റി. അപ്പോൾ ചോദിച്ചാൽ അത് എന്നതാണെന്ന് ചോദിച്ചപ്പോൾ സെയ്ദ് പറഞ്ഞു, അത് മീനെ പിടിക്കുന്ന ഒരു സാധനമാണ് അല്ലേ, അത് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. വി വിൽ ട്രൈ ടു ക്യാച്ച് ഫിഷ്. ഞങ്ങൾ മീനെയൊക്കെ പിടിക്കാൻ നോക്കും. ദെയർ ആർ ഓവർ 300 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷ് ഇൻ ദ റിവർ. 300 ഫിഷിൽ കൂടുതൽ ടൈപ്സ് അവിടെ ഉണ്ട്. ഡു യു റിമെമ്പർ ദ പ്രോഗ്രാം വി വാച്ച്ഡ് ഓൺ ടെലിവിഷൻ വെർ യു സോ പിരാനാസ്, ദ ഫ്ലഷ് ഈറ്റിംഗ് ഫിഷ്, ദേ ആർ ഫൗണ്ട് ഇൻ ദ ആമസോൺ. നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ പണ്ടൊരു വീഡിയോ കണ്ടത്, എന്നതാ അവരൊരു പ്രോഗ്രാം കണ്ടിരുന്നു ടെലിവിഷനിൽ. അവരതിൽ പിരാനയെ കണ്ടിരുന്നു. എന്താണ് പിരാന? ദ ഫ്ലഷ് ഈറ്റിംഗ് ഫിഷ്, മാംസം കഴിക്കുന്ന മത്സ്യം. ദേ ആർ ഫൗണ്ട് ഇൻ ദ ആമസോൺ. നമ്മളെന്നാ കണ്ടില്ലേ, ആ പ്രോഗ്രാമിൽ കണ്ടില്ലേ പിരാനയില്ലേ, ആൻഡ് ദാറ്റ് ഓൾസോ ഫൗണ്ട് ഇൻ ആമസോൺ. Sulaiman, wow, amazing. Sulaiman and Zayd's mother walks in. അപ്പോൾ then ഇവരുടെ ഉമ്മ അകത്തേക്ക് വന്നു, mother. Zayd, Joe had called. The 20 bottles of medicated cream that you ordered have been delivered at the office. അപ്പോൾ ഉമ്മ എന്തെന്നാ ഒരു ന്യൂസുമായിട്ട് വന്നതാ. സെയ്ദേ, ജോ വിളിച്ചിരുന്നു കേട്ടോ, ആ 20 ബോട്ടിലുണ്ടല്ലോ, 20 ബോട്ടിൽ മെഡിസിൻ. എന്ത് മെഡിസിനാ? ക്രീം, ഓയിൻമെൻറ്റ്, ക്രീം. അത് നീ ഓർഡർ ചെയ്തിരുന്നില്ലേ, അത് വന്നിട്ടുണ്ട്, ഓഫീസിൽ ഡെലിവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. Zayd, oh thanks ma, I was wondering why he had not called me yet. Oh thanks ഉമ്മ, ഞാൻ ആലോചിക്കുമായിരുന്നു ശരിക്കും അവൻ എന്താ എന്നെ ഇതുവരെ വിളിക്കാഞ്ഞതെന്ന്. Sulaiman, amazed, that many, but why? So Sulaiman really, he got embarrassed. He was thinking why this much bottles of cream is taken by this Zayd to the Amazon. What's the need? He can't understand. അവന് മനസ്സിലായില്ല എന്തിനാണ് 20 ബോട്ടിൽ ക്രീമൊക്കെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നത്. Then Zayd, what he replied? Sulaiman, the insects in the Amazon are going to give us a bad time. നമുക്കറിയാം അല്ലേ, കുറച്ചൊരു ചവറും അത് ഇതൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ശരി, അവിടെ അത്യാവശ്യം കൊതുകൊക്കെ കാണും. അപ്പോൾ ഇത്രയും വലിയ ഇടതിങ്ങ മരങ്ങളൊക്കെ ഉള്ള വലിയ ഭയങ്കര കാടുകളായിട്ടുള്ള ആമസോണിൽ എന്തുമാത്രം ഇൻസെക്ട്സ് കാണും അല്ലേ. അപ്പോൾ ആ ഇൻസെക്ട്സ് പലതും കുത്തുന്നതും, അതും പലതും പോയിസൺ ഉള്ളതും അല്ലെങ്കിൽ നീര് വരുന്നതും, കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരുത്താൻ പറ്റത്തക്ക രീതിയിലുള്ള ഇൻസെക്ട്സ് can be found in this Amazon. So in order to get rid of these insects, or in order to prevent the attacks from these insects, they have to use this. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇൻസെക്ട്സ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇൻസെക്ട്സിൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. അതുകൊണ്ടാണ് ഇത്ര ബോട്ടിൽസ് മേടിക്കുന്നത്. We will be dealing with scorpions and ticks. അല്ലേ, തേളിനോടുമൊക്കെയാണ്, തേള്, പാറുകാലി അങ്ങനെയൊക്കെയുള്ള സാധനത്തോട് വേണം
നടന്നു പോകാനായിട്ട്. അതിനോടൊപ്പം ബിസൈഡ്സ് there are 2 million other species of insects found there. ഇല്ലേ, 2 million 2 മില്യൺ മറ്റ് കുഞ്ഞു കുഞ്ഞു സ്പീഷീസും അവിടെ ഉണ്ട്. നോട്ട് ഫോർഗെറ്റിംഗ് ദ സ്പൈഡേഴ്സ്, ചെലന്തിയുടെ കാര്യം മറക്കണ്ട. ചെലന്തി തന്നെ എന്തൊക്കെ ടൈപ്സ് അല്ലേ, സ്പൈഡേഴ്സ്. ഹിയർ ലുക്ക് അറ്റ് ദിസ് വെബ്സൈറ്റ്. സുലൈമാൻ റീഡ്സ് എ വെബ്സൈറ്റ്. എന്നിട്ട് വെബ്സൈറ്റ് കാണിച്ചു കൊടുത്തു. അങ്ങനെ സുലൈമാൻ ഹി വാസ് റീഡിങ് ദാറ്റ് വെബ്സൈറ്റ്. സുലൈമാൻ 2 മില്യൺ സ്പീഷീസ്, 2 മില്യൺ സ്പീഷീസോ. Zaid opens a page on his computer. Suleiman looks at it and reads it. Zaid അങ്ങനെ he opened a page in his computer and the Suleiman started to read that. Suleiman, for how long will you be gone? നീ എത്ര നാളത്തേക്കാണ് ഇങ്ങോട്ട് പോകുന്നത്? Zaid, well, when we get back, we will have been traveling for over a year. That's what we think. It won't be an easy trip, but we will have made a dream come true. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം യാത്ര കഴിഞ്ഞ് വരുമ്പോൾ 1 വർഷം ആകുമെന്നാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ. അതൊരിക്കലും ഒരു ഈസി ആയിട്ടുള്ളൊരു ട്രിപ്പായിരിക്കില്ല അല്ലേ. അഡ്വഞ്ചർ പാർക്കിലേക്കോ അല്ലെങ്കിൽ ഊട്ടിയിലേക്കോ വീഗാലാൻഡിലേക്കോ ഒന്നും അല്ല പോകുന്നത്, കാട്ടിലേക്കാണ് പോകുന്നത്. അതും ഇത്ര വലിയ ഭീമാകാരങ്ങളായ, നമുക്കറിയാമല്ലേ, പോയിസൺ ഡാർട്ട് ഫ്രോഗ്, ജാഗ്വാർ, ആനക്കോണ്ട, ദെൻ വാട്ട് 3-toed സ്ലോത്ത്, അതുപോലെ തന്നെ പിന്നെന്താണ് നമ്മൾ പഠിച്ചത്, നമ്മുടെ സ്കാർലറ്റ് മാക്കോ, അങ്ങനെ ഇവരൊക്കെ ഉള്ള ഒരുപാട്, ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത്. സോ ഇറ്റ് വോണ്ട് ബി ആൻ ഈസി ട്രിപ്പ്, ബട്ട് വി വിൽ ഹാവ് മെയ്ഡ് എ ഡ്രീം കം ട്രൂ. പക്ഷേ എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. സുലൈമാൻ, ഓഫ് കോഴ്സ് സെയ്ദ്, ഐ വിൽ ബി സോ പ്രൗഡ് ഓഫ് യു. തീർച്ചയായും സെയ്ദ്, ഞാൻ ശരിക്കും നിന്നിൽ അഭിമാനിക്കുന്നു. സുലൈമാൻ ഗോസ് ബാക്ക് ടു റീഡിങ് ആൻഡ് ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ് ഓൺ ദ കമ്പ്യൂട്ടർ. എന്നിട്ട് സുലൈമാൻ എന്നാ ചെയ്തു, സെയ്ദ് ഓൾറെഡി ഹി ഹാഡ് ഓപ്പൺഡ് എ സൈറ്റ് ഫോർ സുലൈമാൻ ഓൺ ദ കമ്പ്യൂട്ടർ ആൻഡ് ഹി സ്റ്റാർട്ടഡ് മൂവിങ് ടുവേർഡ്സ് ദ കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു റീഡ് ദ പേജ് ഓപ്പൺ ഓൺ ദ കമ്പ്യൂട്ടർ. അപ്പോൾ ആ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആയിട്ടുള്ള പേജ് വായിക്കാൻ വേണ്ടിയിട്ട് സുലൈമാൻ പോയി. അപ്പോൾ അൽഹംദുലില്ലാ, I hope that I had given enough information regarding the Amazon rainforest and the species which live in. And I hope you people will watch this video again and again so that you can make thorough with all these animals, inshallah. So watch all these videos carefully and watch again and again so that you will get enough knowledge regarding these species from this Amazon rainforest. Inshallah, I'll come with the balance portion, like grammar portion of this lesson in the next video and in the next class. Till then, you take care. Assalamu alaikum.